ഹലോ ഗൈസ് വിഗേറ്റ്സ്. അപ്പോൾ ഞങ്ങളിന്ന് പേട്രിയറ്റ് മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ കിളിമാനൂർ റോക്കീസിലാണ് കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായം കൊണ്ട് നമുക്ക് നോക്കാം. അഭിപ്രായം പറ, എങ്ങനെയുണ്ട് പടം? ആവറേജ് പടം, ഒരു വൺ ടൈം വാച്ച്, അല്ല വേറെ ഒന്നുമില്ല. ആവറേജ് പടം. അങ്ങനെ പറയാനുള്ള കാര്യം എന്താ? ആവശ്യത്തിന് ലാഗുണ്ട്, പിന്നെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കഥ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ. ലാഗ് കൊണ്ട് കഥ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതാണ് ആവറേജ് ആയിട്ട് പറയാനുള്ള കാരണം. അതെ അതെ. നിന്റെ അഭിപ്രായം പറ. നിനക്ക് അഭിപ്രായം ഇല്ല? ഉണ്ട്, കൊള്ളാം, നല്ലൊരു പടം. മേക്കിംഗ് വൈസ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, മീൻസ് കുറേ നല്ല നല്ല വിഷ്വൽസും നല്ല ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. മോഹൻലാലിൻ്റെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പോർഷൻ. നല്ലൊരു കാണാൻ ഒരുപാട് നാളിന് ശേഷം കണ്ട വളരെ നല്ലൊരു പടമായിട്ട് തോന്നി. നല്ല ഫിലിമാണ്, എല്ലാരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും മോഹൻലാലിന്റെ അഭിനയത്തെ കുറ്റമൊന്നും പറഞ്ഞില്ല. പറയൂ സഹോദരൻ, എന്തുണ്ട് ഇങ്ങനെ നോക്കി? നല്ല സിനിമയായിരുന്നു. പ്രത്യേകിച്ച് മോഹൻലാലിന് ചെറിയ ചെറിയ ഷോട്ടുകൾ മാത്രമേ കൊടുത്തോളൂ എന്ന് എനിക്ക് തോന്നുന്നു. പറയില്ലേ, അത്രേ ഉള്ളൂ. പടം ഫുൾ ആവറേജ് എങ്ങനെയുണ്ട് മൊത്തത്തില്? കുഴപ്പമില്ല, വൺ ഡേ വാച്ച്. വൺ ഡേ വാച്ചബിൾ മൂവി. ഓക്കെ, എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെങ്കിലും പറ. ഇഷ്ടപ്പെട്ടു. സിനിമയായിട്ട് കുറെ ടെക്നിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് അതൊന്നും മനസ്സിലാവാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ മൊത്തത്തിൽ ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടം. എല്ലാം ഓക്കെ. ഓക്കെ, തുച്ഛമായ സെന്റൻസിൽ പറഞ്ഞു. കുഴപ്പമില്ല, ഒറ്റത്തവണ, അല്ലാതെ ഒരുപാട് ഇത് കാണാനായിട്ടൊന്നുമില്ല, ഒറ്റത്തവണ. ഓക്കെ, അത്രേ ഉള്ളൂ. എന്റെ പോസ്റ്റില് പറഞ്ഞില്ല, എന്റെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ നന്നായിട്ട് പടം ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ ഒരു ലാഗും ഇല്ലാതെ, ഒരു സമയം പോയതുപോലും അറിയാതെ ഞാൻ നന്നായിട്ട് വളരെ ആസ്വദിച്ചിരുന്നാണ് പടം കണ്ടത്. എനിക്ക് അതിനകത്ത് ഒരു നെഗറ്റീവും തോന്നിയില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. സൂപ്പർ. ഉണ്ട്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എനിക്ക് ആകെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് കുറച്ച് സ്ക്രീനേ കൊടുത്തോളൂ, അധികം സ്ക്രീൻ പ്രസൻസ് കൊടുത്തില്ല. കൊടുത്ത ഭാഗം അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആ സീനാണ്. കാര്യം മോഹൻലാലിന്റെ ആരാധകനായോണ്ടായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട സീൻ അതാണ്. മമ്മൂട്ടി പിന്നെ ഈ പ്രായത്തിലും പുള്ളി ചെയ്യുന്ന ആ ഒരു ഗട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി എടുത്തു പറയാൻ കുഞ്ചാക്കോബൻ, ഫഹദ് ഫാസിൽ, എല്ലാവരും അതിൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് ഒന്നും മോശമായിട്ടില്ല. എല്ലാ കാസ്റ്റിങ്ങും വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ റോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തുടക്കത്തിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻ, എന്താണ് സംഭവം, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങൾ തുടക്കം വന്നു. പക്ഷേ ഒരു സ്റ്റോറിയിലോട്ട് കയറി ഒരു മോഹൻലാലൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ശരിക്കും സിനിമയുടെ ഒരു ഹരം കയറി തുടങ്ങിയത്. അതുവരെ മോഹൻലാൽ എപ്പോൾ വരുമെന്നായിരുന്നു ആകാംക്ഷ. അപ്പം ഓക്കെ, സിനിമ കണ്ടിറങ്ങിയപ്പം ഓക്കെയാണ്. സിനിമ നല്ല ഭയങ്കര സിനിമ എന്നല്ല, പക്ഷേ പ്രതീക്ഷിച്ചത് സിനിമയിൽ നിന്ന് കിട്ടി. ഓക്കെയാണ്, നഷ്ടമില്ല, ഒരു നഷ്ടമില്ല. തിയേറ്ററിൽ വന്നിരുന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. തിയേറ്ററിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ തിയേറ്ററിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ നമ്മുടെ ഞങ്ങൾ ആറ്റിങ്ങൽ ഒരുവിധമുള്ള കിളിമാനൂരാണ്. ഞങ്ങളെ സ്ഥലത്ത് തിയേറ്റർ ഇല്ല. അപ്പം ഞങ്ങൾ ആറ്റിങ്ങൽ, പാരിപ്പള്ളി ഈ ലൊക്കേഷൻസിൽ പോയാണ് തിയേറ്റർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് കണ്ടത് കിളിമാനൂർ റോക്കീസിലാണ്. ആ തിയേറ്റർ വളരെ ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള സാധനമായിരുന്നു തിയേറ്റർ. അത് ഞങ്ങൾക്ക് കിട്ടി. വളരെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് തിയേറ്ററാണ്. ഭയങ്കര തണുപ്പുമാണ് ഗൈസ്. പിന്നെ തിയേറ്ററിനെ പറ്റി പറയാനാണെങ്കിൽ വേറെ എങ്ങും ഇല്ലാത്തൊരു സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് തിയേറ്ററിൽ വന്നിട്ട് നമ്മളൊരു റിസർവേഷൻ, അതായത് മുൻകൂട്ടി നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 10 രൂപ വെച്ച് റിസർവേഷൻ ചാർജ് ഈടാകും. മോഹൻലാലെന്ന് മറ്റ് തിയേറ്ററുകളിലെന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പോയി പലയിടത്തും നമ്മൾ അടുത്തുള്ള തിയേറ്ററിൽ ആറ്റിങ്ങൽ, ചാമ്മിൻ്റെ വീടൊക്കെ ആറ്റിങ്ങലാണ്. അപ്പോൾ നമ്മൾ ഡ്രീംസിലോ ഗംഗയിലോ അവിടെയൊക്കെ പോകുന്നെങ്കിൽ അവരെ പറഞ്ഞു വിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. കാരണം ബുക്ക് മൈ ഷോയിൽ ഒരു ടിക്കറ്റിന് 23 രൂപ വെച്ചാൽ നമ്മൾ ഇത്രയും പേര് ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ഒരാളെ 23 രൂപ വെച്ചാൽ അധികം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരുപാട് പേരും ഇനി ആൾക്കാരുണ്ട്. നമ്മൾ ഇന്ന് ഇപ്പോൾ ഇത്രയും പേരാണ് പോകുന്നത്. അപ്പം ഒരുപാട് പൈസ അധികമാകുന്നുള്ളതുകൊണ്ട് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള തൊട്ടടുത്ത് തിയേറ്ററിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 10 രൂപ മേടിക്കുന്നത് ശരിക്കും ഒരു ന്യായമായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ പുതിയ തിയേറ്ററാണ്, നമ്മൾ വേണ്ടത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആക്കുന്നില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചപ്പം ശരിക്കും ഇല്ലീഗലായിട്ടാണ് ഈ പൈസ വാങ്ങുന്നത്. അങ്ങനെ റിസർവേഷൻ ചാർജ് എന്നുള്ള രീതിക്ക് തിയേറ്ററിന് പൈസ മേടിക്കാനുള്ള റൈറ്റ്സ് ഇല്ല എന്നാണ് ഞാൻ ഒരുപാട് റിസർച്ച് നടത്തിയപ്പോഴത്തേക്ക് അറിഞ്ഞത്. കൊടുക്കാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല, വേണ്ട. ഒരു തിയേറ്റർ കൊണ്ട് നശിപ്പിക്കുന്നത് നമുക്ക് കുഴപ്പമില്ലാണ്. ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും അവർ അങ്ങനെ ഒരു കാര്യം വെച്ചത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ആരും ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്യില്ലല്ലോ. ദൂരെ നിന്നുള്ളവരൊക്കെ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യട്ടെ. നമ്മൾ 10 രൂപ, നമുക്ക് 10 രൂപ ലാഭമാവുമല്ലോ അല്ലേ? 13 രൂപയുടെ ലാഭം ഒരു ടിക്കറ്റിനുണ്ട്.
എന്നാലും അതൊരു പോരായ്മയല്ല, അതൊരു പറയണമെന്ന് തോന്നിയൊരു കാര്യമായതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ തിയേറ്റർ അടിപൊളി തിയേറ്ററാണ്. നമുക്കിനി ആറ്റിങ്ങിൽ വരെ ഓടാൻ വെപ്രാളം പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സമയം അനുസരിച്ച് 10 മിനിറ്റിനകത്ത് സൗകര്യം പോലെ ഇറങ്ങിയാൽ മതി. സമാധാനത്തോടു കൂടി വന്ന് സിനിമ കണ്ടിട്ട് പോവാം. നമുക്ക് എത്ര സമാധാനം ഇല്ലെങ്കിൽ Okay guys, cheers. Cheers.